ആന വിരണ്ടോടുകയായിരുന്നു. അങ്ങനെയാണ് സമീപത്തെ ഈ ജനവാസ മേഖലയിലേക്ക് ആന എത്തുകയും വീണ്ടും അത് മറിച്ചിടാനും അത് നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇത് വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അമ്പലത്തിലേക്ക് പോകുന്നു. ഇതാ തത്സമയ ദൃശ്യങ്ങൾ കാണാം. അവിടെയുള്ള ഒരു കാറ് കൂടി കുത്തിമറിച്ചിടുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് മധു അത് ആ കാറും ബൈക്കും ചേർന്ന് കുത്തിമറിച്ചിടുന്നത്. ആന ഇപ്പോഴും അക്രമാസക്തനായി കൊണ്ട് തന്നെ നിൽക്കുകയാണ്. ഒരു മാറ്റവും അതിലില്ല എന്നതാണ്. ഇപ്പോൾ ഇതാ തത്സമയ ദൃശ്യങ്ങളാണ്. സമീപത്തൊരു തെങ്ങടക്കം ആ തെങ്ങിലേക്ക് കാറിനെ ചേർത്തിക്കൊണ്ടുള്ള കാറാകെ നശിപ്പിക്കുന്ന ദൃശ്യങ്ങൾ, തത്സമയ ദൃശ്യങ്ങളാണ് മധു കണ്ടുകൊണ്ടിരിക്കുന്നത്. ആനയെ ഒരു ഘട്ടത്തിലും അനുനയിപ്പിക്കാനോ തളയ്ക്കാനോ ഈ ഘട്ടം വരെ സാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ഏത് സമയവും പലതരത്തിൽ മയക്കാനുള്ള ശ്രമം, അനുനയിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടെങ്കിലും ഇതാ കൂടുതൽ അക്രമാസക്തനായിക്കൊണ്ട് വാഹനങ്ങൾ നശിപ്പിക്കുന്ന തരത്തിലേക്ക് ആന കടന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ആ ഒരു വാഹനത്തിനോടുള്ള ദേഷ്യം തീർക്കാനെന്ന പോലെ വീണ്ടും അത് കുത്തിമറിച്ചിട്ട് ശേഷം വീണ്ടും ഇതാ അത് പൂർണ്ണമായും നശിപ്പിക്കുകയാണ്. തൊട്ടപ്പുറത്ത് മറ്റൊരു വാഹനം നശിപ്പിച്ചെടുത്ത് കാണാം. അങ്ങനെ നിരവധി വാഹനങ്ങൾ ആന ഇപ്പോഴും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ അത് കൊമ്പിൽ തൂക്കിയെടുത്തുകൊണ്ട് ആ വാഹനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ അറാട്ടി സംഘമൊക്കെ ചേർന്നുകൊണ്ട് പലതരത്തിൽ അതിനെ മയക്കാനുള്ള ശ്രമമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു തരത്തിലും ആന അടുക്കുന്നില്ല എന്നതാണ്. അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ തൊഴാനെത്തിയ സമയത്ത് ആന വിരണ്ടോടുകയായിരുന്നു. അങ്ങനെയാണ് സമീപത്തെ ഈ ജനവാസ മേഖലയിലേക്ക് ആന എത്തുകയും രണ്ടുപേരെ കുത്തി പരിക്കേൽപ്പിച്ച് ഒരാൾ മരിക്കുന്ന സാഹചര്യം അടക്കം ഉണ്ടായത്. ഇപ്പോഴിതാ ഒരു തരത്തിലും അരിശം തീരാതെ ബൈക്കും കാറും അടക്കമുള്ള വാഹനങ്ങൾ കുത്തിമലർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള മുൻകരുതലും ആദ്യഘട്ടത്തിൽ ഇവിടെ തൊഴാനെത്തിക്കുന്ന സമയത്ത് ഈ ആനയുടെ പാപ്പാന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ മുൻകരുതലൊന്നും ഇല്ലാതെ പറയുന്നുണ്ട്. പെട്ടിയോട്ടോയും ബൈക്കുകളും ഇപ്പോൾ ആ കാർ വീണ്ടും ആക്രമിക്കുകയാണ്. കാറ് പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. എന്നിട്ടും ആ കാറിന് മുകളിൽ വീണ്ടും അത് മറിച്ചിടാനും അത് നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇത് വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. കാർ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായും പല തവണ നടക്കുന്നുണ്ട്. കാറിലെ ഉടമയെ